മക്കളെ, ഇത് ഒരു കണ്ടന്റും ഇല്ലാതെ എടുത്ത് ഒരു ഇങ്ങനെ എന്റെ പൊന്നെ. മക്കളെ, ഇതിനെ ഒരു കണ്ടന്റും ഇല്ലാതെ എടുത്തതാ. അല്ലാതെ ഇവിടെ ആരെയും ഒന്നും ട്രോൾ ചെയ്തെടുത്തതൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. ആരെയും കളിയാക്കിയോ പരിഹസിക്കുകയോ അപമാനപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതില് ഞാൻ പറയുന്നതൊക്കെ എന്റേതായിട്ടുള്ള ശൈലി, സ്വതസിദ്ധമായ ആ രീതിയിൽ മാത്രം എടുത്തതാ. അല്ലാതെ ഇതിലെങ്ങും വേറെ ഒന്നും കുത്തിക്കയറ്റിയതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. കാരണം അവിടെ അപ്പോഴുണ്ടായിരുന്നത് ആരൊക്കെയാണോ അവർക്കറിയാത്. ഇനി എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ ദേഹപരമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാൻ ദേവിയാണ്. എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ. അതെന്നെ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം അതായത് ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടണല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല, അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ മോനെ, അത് തന്നെ അവരുടെ സംശയങ്ങൾ അവര് വന്ന് ചോദിക്കുക. പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതൊക്കെയാണ്. അപ്പം വിശ്വാസമില്ല, അതാ മോന്റെ കുഴപ്പം. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ്, വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാരെ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികള് പഠിക്കാനല്ല, കുട്ടികള് നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ എന്തിനാ ദൈവത്തെ കണ്ടു പഠിക്കുന്നത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്? ഞാൻ ചോദിച്ചത്, ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നത്? ദേവിയാണ്. ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. എന്റെ പൊന്നു കുഞ്ഞെ, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്നെ ദൈവങ്ങളല്ലല്ലോ. എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അത് മോൻ സൃഷ്ടിച്ചതാണ്. അത് പേരാണ്. എന്റെ പേരാണ് ഡോക്യുമെന്റിൽ പറയുന്നത്. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവിയാണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവിയാണ്. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോഴേ അതെ ദേവിയാണ്. ഞാൻ ദേവിയാണ്. അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. എല്ലാവർക്കും അതുപോലെ ആവില്ല. മോനാവില്ല, വേണ്ട, എനിക്ക് എല്ലാവർക്കും അതുപോലെയാണോ? എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഈ സംഭവം? അല്ല, ആ കുട്ടി പറയട്ടെ. വളരെ രസകരമാ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ്, ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി.
ഓക്കെ മോനെ മനസ്സിലാവുന്നുണ്ടോ? അത് പേര് മാത്രം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല ദേവി. ആ എന്താണ് കാര്യം എന്ന് പറയണം. കാര്യം പറയണം അല്ലേ? എനിക്ക് സംശയമാണ് എന്തുകൊണ്ട്. സംശയം. അതെ. ഓം നമ ശിവായ 755785593 ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്തെങ്കിലും ചെയ്യും. ദൈവത്തിന് എന്തിന് പൈസ, ദേവിക്ക് എന്തിന് പൈസ? മോനെന്തിന് പൈസ? അല്ല, ഇന്ന് വളരെ രസകര. മോൻ എന്തിനാണ് കാശ്? അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവര് പൈസ ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതാണ് നമ്മുടെ ചോദ്യം. ആത്മീയ ജീവിതം നയിക്കുന്നവര് അല്ല, വളരെ രസകരമാണ്. നന്നായിട്ടുണ്ട്. നമുക്കിത് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ചർച്ചകൾക്ക് പോകാം. ആത്മീയ ജീവിതം ദേവി പറയുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യും മോനെ. തിയേറ്ററിന് പുറത്തു പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞ് മോനെ, എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. വല്ല പഞ്ചസാരയോ അരിയോ ഉപ്പും മുളകും ഒക്കെ. എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി? അതിന് ദൈവത്തിന് ഉപയോഗിക്കണം. മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ. ഞാൻ ഗുരു നാഗാദിവ്യ സൈരന്ത്രി ദേവിയുടെ കാര്യം പറയുന്നേ. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങള്. ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോടാ. ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അതെ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളവരും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പണിയാണ് പേര് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ. ഇതെന്റെ തൊഴിലാണ്, എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ ഗൂഗിൾ പേ പറയാ? ഇത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ല മോനും ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചു. അല്ല, ഇത് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനും അതിന്റെ അത്രേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ വയറ്റിപ്പഴപ്പ്, എല്ലാവരുടെ വയറ്റിപ്പഴപ്പ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഡയലോഗ് സിനിമയിൽ വന്നില്ലേ, അതിനെ കുറിച്ച് എന്താ ഗൂഗിൾ പേ. മലയാള സിനിമയില് ഹിറ്റ് സിനിമയില് ദേവി ഡയലോഗ് ഉണ്ട്, അത് കേട്ടിരുന്നോ? അത് കേട്ടിരുന്നോ? ദേവി ഡയലോഗ് സിനിമയിൽ എടുത്തു.